അനശ്വരങ്ങളായ സംഗീതാചാര്യന്മാരെ കൊണ്ട് സമൃദ്ധമായ തിരൂരിന്റെ ഭൂമികയിൽ കലയുടെ അനുഭവ സമ്പത്ത് കൊണ്ട് നടന്നു നീങ്ങിയ പ്രിയപ്പെട്ട സേൾട്ടിക്കയുടെ മുന്നിലേക്ക് കുട്ടിപ്പാട്ടുകാരനായി കടന്നു വന്ന ഫിറോസ് ബാബു എന്ന നമ്മുടെ ഫിറോസ്കയെ കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ഫിറോസ് ബാബു എന്ന് പറയുന്ന പാട്ടുകാരൻ 1973 തോന്നുന്നു തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ചിട്ട് ഞങ്ങള് കുട്ടികളുടെ ഒരു ഓർക്കസ്ട്ര. ഫിറോസ് ബാബുവിന്റെ പിതാവ് നല്ലൊരു ഗായകനായിരുന്നു, KP കേട്ടിട്ടുണ്ടാവും, വിൻസെന്റ് മാഷൊക്കെ ശിഷ്യരായിരുന്നു. അപ്പൊ ഈ കുട്ടികളുടെ ഒരു ഓർക്കസ്ട്ര നടത്തുന്നത് ഞങ്ങൾക്ക് വലിയ താല്പര്യം. അങ്ങനെ ഫിറോസ് ബാബുവിന്റെ നേതൃത്വത്തിൽ സഹോദരിമാരും ഷാബായിന്റെ മക്കളും വിൻസെന്റ് മാസ്റ്ററുടെ മക്കളൊക്കെ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ പഠിക്കുന്ന ചെറിയ 3-ലും 4-ലും പഠിക്കുന്ന കുട്ടികൾ, ഇവരുടെ ഒരു ഓർക്കസ്ട്ര ഞങ്ങൾ തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ചു, ബേബി ഓർക്കസ്ട്ര. അത് ഉദ്ഘാടനം ചെയ്തതെന്ന് കോഴിക്കോട് അബ്ദുൽ ഖാദർ കേരള സൈകൾ. ഈ ഗാനമേള അത് നടത്തിയെന്ന് ഫിറോസ് ബാബു ഒരു പാട്ട് പാടി. ഫിറോസ് ബാബു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഫിറോസ് ബാബുവിൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു, ഈ കുട്ടിനെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല, നല്ലൊരു ഗായകനായിട്ട് ഇവൻ വളരും. വാസ്തവത്തിൽ അതൊരു അച്ചിട്ട വർത്താനായിരുന്നു. എഫക്റ്റീവായിട്ടുള്ളൊരു ഡയലോഗ് നമുക്ക് ഇന്ന് തോന്നുന്നു. ഇന്ന് അവിടുന്ന് ഫിറോസ് ബാബുവിൻ്റെ വളർച്ചയാണ്. ഫിറോസ് ബാബു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഫിറോസ് ബാബുവിനെ അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരാളായിട്ടും റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടും ഒക്കെ ആണല്ലോ. പക്ഷെ ആക്ച്വലി ഫിറോസ് ബാബു എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് ഗസലുകളും ക്ലാസിക്കൽ പാട്ടുകളും ലളിത ഗാനങ്ങളൊക്കെ അതിമനോഹരമായിട്ട് പാടുന്ന ഒരാളാണ്. ഫിറോസ് ബാബുവിന് കുറെ കാലം ഗൾഫിലുണ്ടായിരുന്നു, UAE ഉണ്ടായിരുന്നു ഫിറോസ് ബാബു. അവിടെയൊക്കെ നല്ല പേരാണ് ഫിറോസ് ബാബുവിന്. പിന്നെ ഫിറോസിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗായകൻ എന്ന നിലയിൽ അതിമനോഹരമായിട്ട് പാടാനും എല്ലാവരുമായിട്ട് ഇടപെടാനും കേരളത്തിലുള്ള എല്ലാ കലാകാരന്മാർക്കും ഫിറോസിനെ അറിയാം, എല്ലാ ഗായകന്മാർക്കും അറിയാം. നല്ല സൗമ്യമായ സ്വഭാവം പെരുമാറ്റം ഒക്കെ ഉണ്ടായതിനെ കൊണ്ടാണ് ഫിറോസ് നിലനിന്ന് പോണതും ഇന്ന് ഫിറോസ് ജീവിക്കുന്നതാണ്. പിന്നെ ഫിറോസിൻ്റെ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പിയും ഒക്കെ കലാകാരന്മാരായിരുന്നു. ഫിറോസിൻ്റെ പിതാവ് നല്ലൊരു ഗായകനും നല്ലൊരു നടനും ഒക്കെ ആയിരുന്ന ഒരാളാണ്, ചേപ്പിയും അമ്മയൊക്കെ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒന്നുമല്ലാതെ പോയി ലോക്കലായിട്ട് മാത്രം അറിയപ്പെടുന്ന ആളായി പോയി. ഇന്നൊക്കെ ആണെങ്കിൽ അവരൊക്കെ എവിടെയൊക്കെ എത്തപ്പെടേണ്ട ആളുകളായിരുന്നു. പിന്നെ ഫിറോസ് ബാബു എന്ന് പറഞ്ഞാൽ വിൻസെന്റ് മാസ്റ്റർ ആയിരുന്നു മുഖ്യ ഗുരുനാഥൻ. കൂടുതലൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യ കാര്യങ്ങൾ ഷാബായി, മൊയ്റ്റി ഇങ്ങനെ കുറേ ആളുകളുടെ കൂട്ടത്തിലായിരുന്നല്ലോ. ഷാബായിൻ്റെ മക്കളായിരുന്നു ഫിറോസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഷാബായി വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് പാട്ടൊക്കെ പാടി പഠിപ്പിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് ഏതായാലും 50 വർഷം കഴിഞ്ഞു ഫിറോസ് ബാബു പാട്ട് പാടി, 50 കൊല്ലം കഴിഞ്ഞു ഒരു ആഘോഷമൊക്കെ നടത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സംഘാടക സമിതിയിൽ ഓരോ ബേബി ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിന് എൻ്റെ ഒരു ഓർമ്മയിൽ ഉള്ളൂ ഇന്ന്. അപ്പോൾ സംഘടിപ്പിച്ച ആളുകളില് ബാക്കി ഞാനേ ഉള്ളൂ എൻ്റെ അറിവ്. ആരും ഇപ്പൊ പ്രത്യക്ഷതയിലൊക്കെ മരിച്ചുപോയി. ഈ സമയത്ത് എനിക്ക് ബോധ്യമായത് അദ്ദേഹത്തിന്റെ സംഗീത ബോധമാണ്. ഏത് പാട്ടുകളെ കുറിച്ചും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയും. ഉറവ് പൊട്ടുന്നത് പോലെ പാട്ടുകാരെയും പാട്ടിനെ കുറിച്ച് സംസാരിക്കും. ആ സംഗീത ബോധം, രാഗങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന സംഗീത ബോധത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? അതായത് ഫിറോസ് ബാബുവിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ മാപ്പിളപ്പാട്ടുകാരും മറ്റതൊക്കെ യഥേഷ്ട ആളുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നല്ല കഴിവുള്ളവരൊക്കെ നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഫിറോസ് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ സംഗീതം, അതായത് ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കലൊക്കെ യഥേഷ്ടം കേട്ടിട്ട്, കുറെ പഠിച്ചതൊന്നും പറയുന്നില്ല, യഥേഷ്ടം കേട്ടിട്ട് രാഗങ്ങളെ പറ്റിയിട്ടും ഒക്കെ നല്ല ബോധമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു പാട്ട് ഇന്ന പാട്ടാണ് പാടുന്നതെങ്കിൽ അത് ഇന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്, ഇന്ന ലയത്തിലാണ് ചെയ്തിട്ടുള്ളത് പറയാൻ ആധികാരികമായിട്ട് ഫിറോസിന് കഴിയുന്നതിൻ്റെ കാരണം അതാണ്. ഓരോ രാഗങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ പ്രയോഗങ്ങളെ പറ്റിയിട്ടൊക്കെ അറിവ് ഫിറോസിനുണ്ട്. ഫിറോസ് ഈ അറിവ് കൂടിയാണ് ഫിറോസിന്റെ ക്വാളിറ്റിക്ക് കുറച്ചും കൂടി ഔദിത്യം കൂട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ തിരൂരിലെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ചെറിയ മീറ്ററുകൾക്കുള്ളിൽ ഹാർമോണിയത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പഴയ കാലം ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി പിന്നിലേക്ക് പോയി നോക്കുകയാണ്. ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലായിരിക്കുമല്ലോ പിന്നെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ബാബുരാജിനെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ഉപ്പാന്റെ കയ്യും പിടിച്ചിട്ടായിരിക്കും ഫിറോസ്ക വന്നിട്ടുണ്ടാവാം. എങ്ങനെയാണ് അതിന്റെ ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ട്? അതായത് ഒരു കാലഘട്ടത്തിൽ തിരൂരിൽ
ഇന്ത്യയിലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ 5-6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉത്തരേന്ത്യയിൽ നിന്നും സംഗീതജ്ഞരൊക്കെ നാട്ടിൽ വന്നിട്ട് ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടായ ഒരു തലമുറയുടെ സംസ്കാരമുണ്ട് തിരൂരിന്. ഹിന്ദുസ്ഥാനിലെ ബാബുരാജൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബാബുരാജ് ഇവിടുത്തെ ക്ലബുകളിൽ വന്ന് സ്ഥിരമായിട്ട് പരിപാടികളും പാടാനും മാഫിലുകളൊക്കെ ആയിട്ട് എത്രയോ കാലങ്ങളോളം. അന്നൊക്കെ ഈ ഫിറോസ് ബാബു എന്ന് പറഞ്ഞ ചെറിയ പൊടിക്കുട്ടിയാണ്. ഈ മമ്യാക്ക ഫിറോസിന്റെ പിതാവ് KP മമ്യാക്കാന്റെ കയ്യും പിടിച്ചുകൊണ്ട് ചെറിയൊരു കുട്ടിയായിട്ടാണ് ഫിറോസ് ബാബു വന്നിട്ട് അങ്ങനെ നോക്കി കൊത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ കിട്ടിയിട്ടുള്ള സമ്പന്നമായ ഒരു സംസ്കാരമാണത്. ഈ ബാബുരാജിന് മറ്റേതൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അനശ്വരമായിട്ടുള്ള സംഗീതത്തിന്റെ അടിസ്ഥാനപരമായിട്ട് സംഗീതം അവരാണ് നമ്മളൊക്കെ കാണുന്ന. ഞങ്ങളൊക്കെ കുട്ടികളാണ് ഈ ബാബുക്കൊക്കെ അവിടെ ഇറങ്ങി കാണുന്നത്. അപ്പോ അന്ന് ഫിറോസ് പൊടിക്കുട്ടി എന്ന് പറയാം. അപ്പോ അങ്ങനെ കിട്ടിയിട്ടുള്ള സമ്പന്നമായ ഒരു സംസ്കാരമുണ്ട്, സംഗീത സംസ്കാരം. അത് അടിസ്ഥാനപരമായിട്ട് പറയണമെങ്കിൽ എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ്. അതും കൂടി ഫിറോസിന്റെ സംഗീത യാത്രയിൽ ഒരു പ്രചോദനമായിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷം. ഫിറോസ് ബാബുവിന് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് തിരൂരിന്റെ ഏറ്റവും നല്ലൊരു അംഗീകാരമാണ് ഇപ്പൊ ഈ കിട്ടുന്നത്. ഇത് എന്നോ കിട്ടേണ്ടതായിരുന്നു ഫിറോസിന്. ഫിറോസ് അതിന് അർഹതപ്പെട്ടൊരു കലാകാരനാണ്.